വെൽക്കം ബാക്ക് ടു അമ്മണീസ് വ്ലോഗ്. അപ്പം ഗുഡ് മോർണിംഗ്. സമയം ഇന്ന് 9:30 ആയിട്ടുണ്ട് രാവിലെ. ഞാൻ 9 മണിക്ക് എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിനെ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ട്. അപ്പം നാളെ ജൂൺ 3 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറയും. അപ്പം ഇന്ന് 2-ാം തീയതി ഞാൻ പോകുകയാണ് തൊടുപുഴയ്ക്ക്. അപ്പം അതിൻ്റെ ബാഗ് പാക്കിങ്ങും ബാക്ക് ടു കോളേജ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നതാണ് എൻ്റെ ആഗ്രഹം. ഇത് മൊത്തം എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടും കേട്ടോ, ഇല്ലെങ്കിൽ ഇടത്തില്ല. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എന്താ പല്ലൊക്കെ തേച്ച് റെഡിയായില്ല, മുടിയൊക്കെ ഒന്ന് ചീവി കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബാഗ് പാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. വെയിൽ അത്ര തെളിഞ്ഞിട്ടില്ല, എന്നാൽ മഴയില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് പാക്ക് ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് വേണം പോകാൻ. വണ്ടിയായിട്ട് തന്നെ സ്കൂട്ടറായിട്ടാണ് പോകണേ. അപ്പം മഴയ്ക്ക് മുന്നേ പോകണം. അപ്പം ഞാൻ കാണിക്കാം. ഈ കാണുന്ന ഡ്രസ്സൊക്കെയാണ് നമുക്ക് ബാഗിലോട്ട് പാക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ളൂ, കുറേയൊക്കെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇതൊക്കെയാണ് പാക്ക് ചെയ്യാനായിട്ട്. അപ്പം ഗൈസ് പാക്കിങ് തുടങ്ങാം. സത്യം പറഞ്ഞാൽ 3 ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അത് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അന്നേരം ഞാൻ കൊണ്ടുവന്നതാണ്. അടച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാം പൊട്ടിയും കിടക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇതേ ഒരു ട്രാവലിംഗ് ബാഗ്, ഒരു സൈഡ് ബാഗ്, പിന്നെ ഒരു കോളേജ് ബാഗ്. ഇത് 3 എണ്ണത്തിനകത്തും ചിലർക്ക് ഞാൻ മടക്കി വയ്ക്കും കേട്ടോ, ഇതിനകത്തൊന്നും നിറയ്ക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ ഏത് തുടങ്ങണം? ട്രക്കിംഗ് ബാഗിൽ നിറയ്ക്കണോ? ആദ്യം തുണി മടക്കി വയ്ക്കാൻ പാ. ഗൈസ് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യം രീഷ്മയുടെ ടീഷർട്ട് ഇതെന്നോ വന്നപ്പോൾ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവളിടാൻ തന്നതാണ്. അതൊക്കെ കൊണ്ടുപോകണം തിരിച്ച്. പക്ഷേ അയ്യോ, ഇനി യൂണിഫോം അടിപൊളി ഗൈസ്. ഇനി എൻ്റെ യൂണിഫോം എനിക്ക് അവിടുത്തെ ഉള്ളതൊക്കെ ചേരുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇട്ട് നോക്കിയിട്ട് 2 മാസം യൂണിഫോം ഒന്നും ഇടാണ്ടിരുന്ന് ടൈറ്റായോ എന്ന് എൻ്റെ നിഗമനം ടൈറ്റായെന്നാണ്. അപ്പം മിക്കവാറും ടൈറ്റായി കാണും. പക്ഷേ എനിക്ക് വേറെ ഇടാൻ യൂണിഫോം ഇല്ല. അപ്പം അതൊരു സങ്കടമുണ്ട്. പിന്നെ എനിക്ക് ഗൈസ് നാളെ ഈ ജൂൺ 3 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ മഴയത്ത് ക്ലാസ്സിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ചടപ്പാണ്. കാരണം ഈ മഴയത്ത് നനഞ്ഞെടുത്ത് വേഗത്തെല്ലാം ഒട്ടിപ്പിടിച്ച് കയ്യിലും കാലിലൊക്കെ ചെളിയും എല്ലാം പറ്റിയിട്ട് കോളേജിൽ കയറുക അതെനിക്കിഷ്ടമല്ല. നമ്മൾ ഫ്രഷായിട്ട് കയറുമ്പോൾ ഒരു സുഖം വേറെ അല്ലേ. അപ്പം എനിക്കത് ഇഷ്ടമല്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് പോകുന്നതിനും ഒരു സങ്കടമുണ്ട്. ഫുഡ് 24 മണിക്കൂർ കിട്ടുമായിരുന്നു, അതിൻ്റെ ഉണ്ട് ഒരു സങ്കടം ഗൈസ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ കാണിച്ചു തരാവേ. ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ 2 മാസത്തെ വെക്കേഷനല്ലേ, വീട്ടിൽ ബോറടിച്ച് മടുക്കും. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പിന്നെ എന്നെ ബ്രഷപ്പ് ചെയ്തെടുക്കാൻ എൻ്റെ ടാലൻറ്റ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ കൊണ്ടുവന്നതാണ് എൻ്റെ ഈ ഡ്രോയിങ് ബുക്ക്, പെയിൻറ്റിങ് ബുക്ക്. ഞാൻ വരയ്ക്കട്ടെ, കാണിച്ചു തരാം. അപ്പം ഞാൻ വരയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഡ്രോയിങ് ബുക്ക്. അപ്പം അത് പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വര പോയിട്ട് ഈ പേജിൽ നിന്ന് ഇങ്ങനെ മറിക്ക് പോലും ചെയ്യില്ല. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഏതോ ഒരു സ്ഥലത്തു നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ്. വരയ്ക്ക് പോലും പറ്റില്ല, അത്രയ്ക്ക് ഞാൻ തിരക്കായിപ്പോയി. വെറുതെ അങ്ങ് ഇരുന്നില്ല. പിന്നെ എൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, റെക്കോർഡ് ഇതൊക്കെ എഴുതണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ഇതൊക്കെ മറ്റേ തണുത്തിരിക്കുന്നു, മനസ്സിലായോ? എന്താ ഈർപ്പം കൊണ്ടിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്. എനിക്ക് എല്ലാവരുടെയും വിചാരം മാത്രമല്ല, എല്ലാവരും സത്യം പറഞ്ഞാൽ 2 മാസം വെക്കേഷൻ ആസ്വദിക്കാൻ പോയതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പോയ പോലെ തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ നിന്ന് വന്നത് മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും ഞാൻ തിരക്ക് മീൻസ് എൻ്റെ പേഴ്സണൽ കാര്യത്തിലാണ്, എൻ്റെ ഫാമിലി കാര്യത്തിനാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പം ഞാൻ അന്ന് ചെന്നൈയിലൊക്കെ പോയൊരു വീഡിയോ ഇട്ടിട്ടില്ലേ കുറച്ചൊക്കെ, അതും ഫുള്ള് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് തന്നെയാണ്, തിരക്ക് തന്നെയാണ്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാം ഞാൻ പാതി ഇട്ടിട്ടാണ് പോകണത്. ഒരു ഭാഗമെല്ലാം ആക്കിയിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ അങ്ങനെയാണ്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര തിരക്കായി പോയത്. വീഡിയോസൊക്കെ ലാഗാണ്, പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലേ കാശ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. പിന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിടയ്ക്ക് കോളേജിൽ ഒരാഴ്ചയിൽ 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്.
കാരണം എന്തെങ്കിലും ആവശ്യം വരും. അപ്പം ഞാനിങ്ങനെ പോകും. അപ്പം പോകുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ കുറേ ഡ്രസ്സൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നേക്കാളും വരെ ഇത്തിരി ഇത്തിരിയായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ അന്ന് വരുന്നപ്പോൾ ഞാൻ മറ്റേ പറക്കുന്തളിക സിനിമയില്ലേ അതുപോലെയായിരുന്നു. എൻ്റെ സ്കൂട്ടർ നിറയെ സാധനങ്ങൾ. ഞാൻ അന്ന് മഴയില്ലായിരുന്നു, അന്ന് വെയിലായിരുന്നു. എല്ലാം ബാഗ് തോളിലും സീറ്റിൻ്റെ അവിടെയും രണ്ടെണ്ണമൊക്കെ ഇട്ട് ഭയങ്കര അജാന ബാബുവിനെ പോലെയായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പം ആ ഗതി എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു. കാരണം പിന്നെ മഴയായിരിക്കും എന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ നേരത്തെ പോയപ്പം കുറേ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് വലിയതായിട്ടൊന്നും എടുക്കാനായിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ കുറച്ച് ഈ അലിക്കുലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ ബുക്ക്, റെക്കോർഡ്, അതൊന്നും എടുത്തിട്ടില്ല. തിരിച്ചു പോകുമ്പം ഒന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെ ടർക്കി ഒക്കെ. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് ടാസ്ക് എന്ന് വെച്ചാൽ എല്ലാം ഉണങ്ങാൻ പാടായിരിക്കും ഈ കൊണ്ടുപോയതൊക്കെ. അതാണ് വലിയൊരു ചടപ്പ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കുളിക്കണം. ഇനിയിപ്പോൾ നമ്മൾ റെഡിയായി വെള്ളോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും അയ്യോ ആ സാധനം എടുത്തില്ലല്ലോ, സാധനം എടുത്ത് ഞാൻ എൻ്റെ സ്വഭാവത്തിന് ഞാൻ പോയി പകുതി ആകുമ്പോഴായിരിക്കും, മറ്റേ കിടങ്ങൂരൊക്കെ ആകുമ്പോഴായിരിക്കും അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത്. പിന്നെ ആരെങ്കിലും നാളെ അടുത്ത ദിവസം വരാനുണ്ടെങ്കിൽ അവരെ വിട്ട് മേടിപ്പിക്കുക, ഇതല്ലെങ്കിൽ അടുത്ത ആഴ്ച വരിക. ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. അപ്പം ഡ്രസ്സുകളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കാനുള്ളത് എൻ്റെ കണ്ണാടി ബോക്സ്, ഇതേപോലത്തെ സാധനം, അതിനുണ്ടായിരുന്നു പിന്നെ 3 പിൻ പ്ലഗ്, പിന്നെ റെക്കോർഡ്, ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റിങ് ബുക്ക്, പുത്തൻ ബ്രഷ് മേടിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ബ്രഷൊക്കെ ചീത്തയേക്കാളും, പിന്നെ ചീപ്പ് ഒക്കെ അങ്ങനെ. പിന്നെ എൻ്റെ മേക്കപ്പ് പെട്ടി ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അവിടെ കൊണ്ട് വെച്ചു. ഇതാണ് എൻ്റെ കളറിങ് പാഡ് എന്നൊക്കെ, കളറിങ് പെയിൻറ്റ് ബ്രസ്റ്റോഡ്. എത്ര നാളായി. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ത്വരയായിരുന്നു പെയിൻറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോബിയാണ് വരയ്ക്കാനായിട്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ അതിനൊരു പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. പക്ഷേ ആ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇപ്പം ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ഈ കളറൊക്കെ ഇപ്പോഴേ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പം എടുക്കുന്നത് ആകെ കോളേജിൽ മറ്റേ ആർട്സ് ഡേക്കൊക്കെ വരുമ്പം പെയിൻറ്റിങ് കളേഴ്സ് അങ്ങനത്തെ ഒക്കെ പരിപാടിക്ക് വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. ഇതാകെ എടുക്കാറുള്ളൂ. പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ കോളേജ് ബാഗ്. പക്ഷേ കോളേജിൽ പോകുമ്പോൾ ബാഗ് ഉണ്ടാറില്ല, അത് വേറൊരു കാര്യം. കാരണം പുസ്തകമൊന്നും എടുക്കാറില്ല, കൂട്ടുകാരുടെ ബാഗിൽ വെക്കാറുള്ളൂ. ഇന്ന് ബില്ലൊക്കെ ഇത് ഹോസ്പിറ്റലിൻ്റെ ബില്ലാണ്, സോറി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ പോകുന്ന വീഡിയോ ഒക്കെ കാണിക്കാം. അതിൻ്റെ കൂടെ ബാഗ് പാക്ക് ചെയ്യുന്ന ഇത് ബാഗിനകത്തേക്ക് ആക്കിയാൽ മാത്രം മതി. ഇതെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി പോകുന്നതൊക്കെ കുറച്ച് സാധനം കടയിൽ നിന്ന് എൻ്റെ പർപ്പിളിൽ നിന്ന് എടുക്കണം എന്നുണ്ട്. മമ്മി സമ്മതിച്ചാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ കൈട്ട് വരുന്നുണ്ടെങ്കിൽ അടിക്കും. അതുകൊണ്ട് അതെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ കാണിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഫ്രഷായി റെഡി ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. കഴിക്കാൻ ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം അങ്ങനെ. ഇപ്പം സമയം 10:20. അപ്പം കടയിൽ വന്നു ഗൈസ്. അപ്പം ഇനി ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാം. ചെലി ചേച്ചി ഹായ് പറ. ഹായ്. അങ്ങനെ അമ്മയെ മുടിപ്പിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. എല്ലാവരും വരണ ഏറ്റുമാനൂരാണ്. അപ്പം ഏറ്റുമാനൂർ കടയിൽ വന്ന് അമ്മ സുമ്മാവാന്ന് പറഞ്ഞാൽ മതി. 10% ഒന്നെങ്കിൽ 10% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 2 ഇടി കിട്ടും, ഏതെങ്കിലും ഒന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗായ്സ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എല്ലാം പുതിയ അധ്യയന വർഷം അപ്പം പുതിയ ഡ്രസ്സ് അതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാനൊരു ലോഡ് സാധനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എൻ്റെ അമ്മ കാണുവാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരരുത്. ഞാനൊന്നും മുടിപ്പിച്ചിട്ടില്ല, കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ അല്ലേ ചേച്ചി? വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ കാണുമ്പം എല്ലാവരും പറയണം, എല്ലാവരും ഇങ്ങനെ ചോദിക്കണം, ഏത് കടയാ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ സ്വന്തം കടയാണ്, ഏറ്റുമാനൂരിൽ പർപ്പിൾ ബൊട്ടീക്ക്. ഇതിൻ്റെ തൊട്ട് പൊക്കത്ത് നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കട നമുക്ക് കാരിത്താസ് ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. നമുക്ക് ഇവിടെ മെറ്റീരിയലൊക്കെ ഉണ്ട്. ഇഷ്ടമനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് സ്വന്തം പിങ്ക് ദുബായി ഉണ്ട്. അതിന് കുറച്ച് XL, ലാർജ്, XXL, മീഡിയം എന്നൊക്കെ പറഞ്ഞ ടോപ്പൊക്കെ ഉണ്ട്.
എല്ലാ ടൈപ്പും എല്ലാ സാധനം നിങ്ങൾക്ക് എന്താ വേണ്ടേ. ജനിക്കുമ്പോൾ കൊച്ചുങ്ങൾ ഇടുന്ന സാധനം തൊട്ട് മരിക്കുമ്പോൾ വിരിക്കണ മറ്റേ സാധനം എന്തായിരുന്നു ചേച്ചി, ശോശമ്മ വരെയുണ്ട്. ശോശപ്പ വരെയുണ്ട്. അപ്പൊ എല്ലാവരും വരണം. അമ്പലത്തിന്റെ ലൊക്കേഷൻ ഇട്ടുതരാം കേട്ടോ. അമ്പലത്തിന്റെ തെക്കേ നടയിൽ തന്നെയാണ്, നമ്മുടെ മണർകാട് പോണ വഴിക്ക്. കയറുമ്പോൾ മറക്കരുത് അമ്മണി എന്നാ സുമ്മാവാന്ന് പറയണം, എന്നാലേ 10% ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പേടിച്ചു ഇത് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തത് എടുത്ത് അതിനകത്തേക്ക് ഇതൊക്കെ തള്ളിക്കയറ്റി വെക്കാം. അതിങ്ങനെ അമ്മ വരും. അമ്മ രാധാമ്മയുടെ അടുത്താണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തേക്കാണ്. രാധാമ്മയുടെ അമ്മ അവിടെ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അമ്മയും കണ്ട് കുറച്ച് ഇമോഷണൽ ഡ്രാമയൊക്കെ കളിച്ചിട്ട് നമുക്ക് വീട്ടിൽ തൊണ്ടുപിടിക്ക് പോകണം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ തെക്കേ നട കേട്ടോ. ആറാട്ട് എതിരേൽപ്പ് മണ്ഡലത്തിന് നേരെ ഓപ്പോസിറ്റ് മണ്ണാർക്കാട് പോകുന്ന വഴിക്കാണ്. പർപ്പിൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതെ ഗരപ്പനെയും കൂടി ഒന്ന് യാത്ര അയച്ചാൽ മതി. ഗരപ്പാ ഇത് ചുണ്ട് ചുണ്ട് ഇതെല്ലാം കണ്ടോ മഴയത്ത് നനച്ച വന്നതാണ്. അപ്പം നീ പോയിട്ട് വരാവേ ചേച്ചേട്ടാ ചുണ്ട് കേസ്. അപ്പം വെയിൽ മാറുന്നതിന് മുന്നേ ഞാൻ ബാഗൊക്കെ ഇട്ട് പോകുകയാണ്. റെയിൻകോട്ട് എടുത്തിട്ടുണ്ട്. ഇവനെന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പം ഗൈസ് ബാഗൊക്കെ പാക്കി അതിന് ഇറങ്ങുകയാണ്. റൈഡർ കടപ്പി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ. ഗൈസ് കര അതെ പിന്നു ബൈ സേ ഹായ്. എന്റെ സബ്സ്ക്രൈബേഴ്സ് അമ്മ കണ്ടോ ഞാൻ പോകുന്നതിന് അമ്മ സങ്കടപ്പെട്ട് കണ്ണൊക്കെ കലങ്ങിയിരിക്കല്ലേ. അമ്മ കരഞ്ഞില്ലേ? ആ ഞാൻ പോവാ. കട ഞാൻ പറഞ്ഞില്ല കുറച്ച് ഡ്രാമാറ്റിക് രംഗങ്ങൾ കാണാം. അപ്പൊ കുറച്ച് എന്നെ പറ്റി പുകഴ്ത്തി പറയാന്ന്. ഞാൻ പോകുന്നതിനെ പറ്റി സങ്കടമാണോ അത്? ഞങ്ങളുടെ പിന്നു ബൈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രസ്സ് ഏത് മെറ്റീരിയൽ ഞങ്ങളുടെ കടയിൽ നിന്ന് വന്ന് എടുത്താല് ഞങ്ങളുടെ കടയിൽ നിന്ന് എല്ലോ എടുത്ത് വന്നാല് ഞങ്ങളുടെ പിന്നു ബൈ തയ്ച്ചു തരും അല്ലേ? പിന്നു ബൈ ബോലോ ഹിന്ദി മേ ബാത് കർ ദോ. ആ കേട്ടോ ഹിന്ദിയാ വേണ്ട അടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രാമാറ്റിക് രംഗങ്ങളൊക്കെയാണ്. നമ്മ ഇനി കുറച്ച് കാണിച്ചമ്മേ കര. ഞാൻ പോകുന്നതിന് സങ്കടത്തിലാണ് അമ്മ കേട്ടോ. അമ്മ ഞാനാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞിട്ട് വേല തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമാനൂർ വരുമ്പോൾ പർപ്പിളിൽ കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 10 അമ്മണി എന്നാ സുമ്മാന്ന് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 2 ഇടി കിട്ടും. അപ്പൊ പക്ഷെ അതിനകത്ത് അമ്മ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്? അമ്മണി എന്നാ സുമ്മാവാന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കും. യെസ് കേട്ടോ. അപ്പൊ എല്ലാരും വരിക. എന്റെ പേര് പറഞ്ഞാൽ മതി. അമ്മയുടെ ഫാൻസ് വരണം ഗായ്സ് അതിനകത്ത്. അപ്പൊ അമ്മയ്ക്ക് കുറെ ഫാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ അമ്മയുടെ ഫാൻസ് ഒക്കെ വരിക. അമ്മയെ പഠിപ്പിച്ച കാര്യം അറിയത്തില്ല ഗായ്സ്. അപ്പം അമ്മേനെ കുറച്ച് യാത്ര അയക്കണം. അമ്മേനെ യാത്ര അയക്കണം. സോറി ഞാൻ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാം ഗൈസ്. അപ്പം നമുക്ക് അമ്മയുടെ കുറച്ച് ഉപദേശങ്ങൾ കേൾക്കാം. പഠിക്കണം കേട്ടോ. യൂട്യൂബും കാര്യമൊക്കെ കണ്ടോ, അതൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ടാണ്. പഠിത്തമാണ് മെയിൻ, അറിയാലോ. പരീക്ഷയും കാര്യങ്ങളുമാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വ്ളോഗും ഭണ്ഡാരവും കാര്യങ്ങളും എല്ലാം. അന്നേരം എൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഈ ചിരിയും വ്ളോഗിൻ്റെ തന്നെ സ്വഭാവം മാറും. അത് വേറൊരു അമ്മ ജനിക്കും ഗൈസ്. ഇനിയാണ് നമ്മുടെ നാടകം ആരംഭിക്കാൻ പോകുന്നത്. അമ്മയുടെ മുകളിലേക്ക് കെട്ടിപ്പിടിക്കുന്നു, കാണുന്നു. മൈ ഗോഡ് കരച്ചിൽ ഇപ്പൊ പൊട്ടി ഒഴുകുകയാണ്. അമ്മ ഇരുന്ന് എന്നെ ഓർത്ത് കരയിരുന്ന് വിഷമിക്കുന്നു. ഞാൻ വലിയ ആളായിട്ട് വരാം ഗൈസ്. അപ്പൊ ഡ്രാമ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അടുത്ത രംഗത്തിൽ കാണാം. അപ്പൊ ഞാൻ ഇന്ന് ബാക്ക് ടു കോളേജ് ഉള്ള വീഡിയോ ഇന്നത്തോടെ തീർന്നു. ഇതോടെ കഴിഞ്ഞ് പോവുകയാണ് ഗൈസ്. ഓക്കെ ബൈ. എല്ലാവരും കാണാം. ബൈ. എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.